എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ മഞ്ചൂരിയനാണ് തയ്യാറാക്കുന്നത്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 കോഴിമുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഒരു മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. തീ കൂട്ടി വെച്ചിരുന്ന ചിക്കൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി കഴിയുമ്പോൾ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. കൂടെ ഒരു വലിയ സബോളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അധികം സമയമൊന്നും വേണ്ട. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.